My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 244 എപ്പിസോഡിൽ കാലിമ്യൂറേറ്റിക്കം എന്ന അധ്യായത്തിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. മുൻ എപ്പിസോഡുകൾ കണ്ടതുപോലെ തന്നെ ലക്ഷണങ്ങളുടെ ഒരു ധാരാളിത്തം നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. വിശേഷിച്ചും മൂത്രവുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ, ചുമ, ശരീരം വേദന, വിശേഷിച്ചും മുതുകുവേദന, അങ്ങനെ നിരവധി ലക്ഷണങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. നമുക്കവിടെ വിശദാംശങ്ങൾ പരിശോധിക്കാം. കാറ്റർ ഓഫ് ദ ബ്ലാഡർ വിത്ത് മച്ച് മ്യൂക്കസ് ഇൻ ദ യൂറിൻ. അപ്പോൾ മൂത്രസഞ്ചിയിൽ കഫം, മൂത്രത്തിലും കഫം ധാരാളം വരുന്നു. റിട്ടൻഷൻ ഓഫ് യൂറിൻ, മൂത്രം പോകാതെ കെട്ടിക്കിടക്കുന്നൊരവസ്ഥ. urging to urinate at night, constant, frequent, ineffectual. രാത്രിയിൽ മൂത്രമൊഴിക്കാനുള്ള ശങ്ക, സ്ഥിരമായിട്ട് വിട്ടുമാറാതെ നിൽക്കുന്നു. മൂത്രമൊഴിച്ചാലും വീണ്ടും ശങ്ക നിൽക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണം. ഫ്രീക്വൻറ്റ് എന്നുള്ളത് ഇവിടെ ഇറ്റാലിക്സാണ്. ഇൻഎഫക്ച്വൽ, ചിലപ്പോൾ മൂത്രശങ്ക ഉണ്ടായി മൂത്രം പോകാത്ത സാഹചര്യം വരാം. യൂറിനേഷൻ ഡ്രിബ്ലിംഗ്, മൂത്രം തുള്ളി തുള്ളിയായിട്ട് പോകാം. അത് ഡ്രിബ്ലിംഗും ഇറ്റാലിക്സിലാണ്. ഫീബിൾ സ്ട്രീം, മൂത്രം ശരിയായ രീതിയിൽ പോകുന്നില്ല, ദുർബലമായ ധാരയായിട്ടാണ് മൂത്രം പോകുന്നത്. ഫ്രീക്വൻറ്റ് അറ്റ് നൈറ്റ്, രാത്രിയിൽ ഇടക്കിടക്ക് അങ്ങനെ ഉണ്ടാകും. ഇൻവോളണ്ടറി അറ്റ് നൈറ്റ്, രാത്രിയിൽ അറിയാതെ മൂത്രം പോകുന്ന അവസ്ഥ. റിട്ടാർഡഡ്, മൂത്രം പോകാതെ നിൽക്കുന്നൊരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ മൂത്രശങ്കയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മൂത്രവിസർജനവുമായി ബന്ധപ്പെട്ട് നിരവധി ലക്ഷണങ്ങളുണ്ട്. ഒട്ടുമിക്ക ലക്ഷണങ്ങളെയും അത് കവർ ചെയ്യും. വിശേഷിച്ചും രാത്രിയിലാണ്. മസ്റ്റ് പ്രസ് ലോങ് ടു സ്റ്റാർട്ട് ദ യൂറിൻ, മൂത്രം ഒഴിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ ബലം പിടിക്കേണ്ടി വരും. ഇൻഫ്ലമേഷൻ ഓഫ് ദ കിഡ്നീസ്, വൃക്കകളിൽ വീക്കം. പെയിൻ ഇൻ ദ കിഡ്നീസ്, സപ്രഷൻ ഓഫ് യൂറിൻ, വൃക്കകളുടെ ഭാഗത്ത് വേദന, മൂത്രം പോകാതെ കെട്ടിനിൽക്കൽ. ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് മച്ച് ഇൻ ക്രോണിക് ഗൊണോറിയ വിത്ത് ഗ്ലീറ്റി മിൽക്കി ഡിസ്ചാർജ്. പഴകിയ ഗൊണേറിയയുടെ അവസ്ഥയിൽ, ഗൊണേറിയ വന്ന് സ്ഥായിയായി പോയ അവസ്ഥയിൽ വെള്ളം പോലുള്ളതും പാല് പോലുള്ളതുമായിട്ടുള്ളൊരു സ്രവങ്ങളുള്ളൊരവസ്ഥയിൽ കാലിമ്യൂർ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇറ്റ് ഹസ് ക്യൂർഡ് വയലൻറ്റ് കോർഡി, പീനിസ് വളഞ്ഞിരിക്കുന്നൊരവസ്ഥ, അതിന് കാലിമ്യൂർ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇച്ചിങ് ഓഫ് ദ യുറേത്ര, മൂത്രാശയ ഭാഗത്ത് ചൊറിച്ചിൽ. ബേണിംഗ് ആൻഡ് കട്ടിങ് ഡ്യൂറിങ് യൂറിനേഷൻ, മൂത്രമൊഴിക്കുന്ന സമയത്ത് പൊള്ളൽ, വെട്ടുന്ന പോലുള്ള വേദന. ഇനി യൂറിൻ്റെ സ്വഭാവങ്ങൾ: ആൽബുമിനസ്, ബ്ലാക്ക്, ഗ്രീനിഷ് ബ്ലാക്ക്, ബ്ലഡി, ബേണിംഗ്, ക്ലൗഡി, ഡാർക്ക്, പെയിൽ, റെഡ്, കോപ്പിയസ് അറ്റ് നൈറ്റ്, സ്കാൻഡി, കണ്ടെയ്നിങ് ഷുഗർ, തിക്ക്. മൂത്രത്തെ സംബന്ധിച്ചും ഏതാണ്ട് എല്ലാ അവസ്ഥകളും ഇതിൽ വരുന്നുണ്ട്. എല്ലാ അവസ്ഥകളും അതിൻ്റെ കണ്ടൻസിനെ സംബന്ധിച്ചോളം മിൽക്കി വൈറ്റ്, ഗ്രീനിഷ്, ബ്ലാക്കിഷ്, കോപ്പിയസ്, സപ്രസ്ഡ്, എല്ലാത്തിനും. കാലിമ്യൂറിനെ ഹോമിയോപ്പതിക് രീതിയിൽ ഞാൻ അടുത്ത് പരിചയപ്പെടുന്നത് 2003 മറ്റോ ആണ്. ഞാനൊരു നാച്ചുറോപ്പതി കോഴ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ എൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ, അന്ന് അയാൾക്കൊരു 40 വയസ്സൊക്കെ ഉണ്ട്. അയാൾ നാച്ചുറോപ്പതി പഠിക്കാൻ വന്നത് തന്നെ അയാൾക്ക് യൂറിനറി പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് അയാൾ വിട്ടുമാറാതെ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ചികിത്സയൊക്കെ ചെയ്യും, അവ മാറും, വീണ്ടും വരും. അലോപ്പതിയും ആയുർവേദവും ഹോമിയോപ്പതിയും ഒക്കെ അയാൾ ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ മാറ്റമില്ല. നാച്ചുറോപ്പതിയിലൂടെ അതിന് പരിഹരിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ചോദിച്ചപ്പോഴേക്കും അയാൾ പറഞ്ഞത് പാല് പോലെ മൂത്രം പോകും, പതയുള്ള മൂത്രമാണ്, അത് പാല് പോലെ പോകും. ചിലപ്പോൾ വീണ്ടും നിറവ്യത്യാസം വരും, ചിലപ്പോൾ പോകില്ല, കെട്ടിക്കിടക്കും, ചിലപ്പോൾ ധാരാളമായിട്ട് പോകും, പോകണമെന്ന് പറഞ്ഞ് എഴുന്നേൽക്കും, പോവാതിരിക്കും. അപ്പം ഞാൻ കുറച്ച് അത്യാവശ്യം അടുപ്പുള്ള ആളെ ഞാൻ ചോദിച്ചു, ഒരു ഗൊണേറിയയുടെ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആൾ അങ്ങനെയൊന്നും ഇല്ല. അപ്പം അങ്ങനെ ഞാൻ ഒരു കേസ് എടുക്കുന്ന പോലെ പുള്ളി അറിയാത്ത രീതിയിൽ സംസാരിച്ചു. എൻ്റെ മനസ്സിലേക്ക് കാലിമ്യൂർ വരികയും ചെയ്തു. എൻ്റെ ജനറൽ കണ്ടീഷൻസ് അയാളിലുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ, ടെമ്പറാമെൻറ്റ്സ് അയാളുണ്ടായിരുന്നു. ഏതായാലും ഞാൻ അയാളോട് ഒന്ന് എറണാകുളത്ത് വരാൻ പറഞ്ഞു. എറണാകുളത്ത് ഞാൻ കൊണ്ടുവന്നു, ബാബുച്ചേട്ടനടുത്ത് കൊണ്ടുപോയി കേസെടുത്തു. കാലിമ്യൂർ തന്നെ ആയിരുന്നു. കാലിമ്യൂർ ഡോസ് കൊടുത്തു. പക്ഷെ അത് വളരെ സങ്കീർണമായൊരവസ്ഥയായിരുന്നു. പല പല ഔഷധങ്ങളും മാറി മാറി കൊടുക്കേണ്ടി വന്നു.
പിന്നീട് ബാബുചേട്ടൻ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ്, അത് ആദ്യത്തെ തവണയല്ല, പിന്നീട് ചില കോംപ്ലിക്കേഷൻസ് വന്ന് ഒരു ഗൊണേറിയൽ കണ്ടീഷൻ അയാൾ കണ്ട് ചോദിച്ചു വന്നപ്പോഴേക്കും ഒരു പാരമ്പര്യത്തിൻ്റെ സാധ്യത അദ്ദേഹം പറഞ്ഞു. പിന്നെ ആ തരത്തിൽ ആൻറ്റി മാസ്മെറ്റിക് റെമഡീസ് കൊടുക്കേണ്ടി വന്നു, സൾഫർ വേണ്ടി വന്നു, ശരീരം മുഴുവൻ കുരുക്കൾ വന്ന് പൊട്ടി, കടുത്ത പനി, വയറിളക്കം, ശ്വാസതടസ്സം ഒക്കെ വന്നു. ഏതായാലും ഒരു 1.5 വർഷത്തെ ചികിത്സ കൊണ്ട് അയാളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറി. ഇതുപോലെ മറ്റൊരു കേസും അവിടെ വെച്ച് തന്നെ ഈ പഠിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായി. അവിടെ കൂടുതലും വന്നിരുന്നത് ഈ വൃക്കരോഗം ബാധിച്ചവർ, ഹൃദ്രോഗം വന്നവർ, ക്യാൻസർ, അങ്ങനെയുള്ള ആളുകളാണ് അവസാനത്തെ ഒരു റിസോർട്ട് എന്ന രീതിയിൽ നാച്ചുറോപ്പതിക്ക് വരുന്നത്. അങ്ങനെ ഒരു ചെറുപ്പക്കാരി, ഒരു കുട്ടിയെന്ന് പറയാം, അവരിതേപോലെ കിഡ്നി പ്രശ്നം ആയിട്ട് വന്നു. അവർക്ക് ഇംഗ്ലീഷ് മരുന്നിനോടൊക്കെ അവർക്ക് റിയാക്ഷൻ ഉണ്ട്, അലർജി ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞത്. പിന്നെ സർജറിയോട് പേടിയാണ്, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അതും ചുരുങ്ങിയ ചോദ്യങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് കാര്യമുറാണെന്ന് എനിക്ക് തോന്നി. അവരെ ചികിത്സയ്ക്ക് എറണാകുളത്ത് വരാൻ പറഞ്ഞവർ വന്നില്ല. പിന്നീട് ഞാൻ അവരുടെ വീട്ടിൽ പോയി. ആ കുട്ടിയുടെ ഭാവി പോകുമെന്ന് ഉറപ്പായിരുന്നു. ചെർപ്പശ്ശേരി എന്നൊരു വീട്, ഞാൻ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചു. ഞാൻ തന്നെ അവരുമായിട്ട് എറണാകുളത്ത് വന്നു, ബാബുച്ചേട്ടത്ത് കൊണ്ടുപോയി ശരിക്ക് കേസ് ടേക്കിംഗ് നടത്തി. അത് പക്ഷേ കലിമൂറ് കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തെങ്കിലും ബാബുച്ചേട്ടനത് കൊടുക്കാൻ പേടിയായിരുന്നു. അതൊരു കാരണമായിട്ട് ബാബുച്ചേട്ടൻ പറഞ്ഞതാണ്. മുൻപ് ഞാൻ ഈ ഹോമിയോപ്പതി കോഴ്സ് ചെയ്യുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഞാൻ മറ്റൊന്നും നോക്കില്ല, കറക്റ്റ് ഇൻഡിക്കേഷനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, എനിക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഞാൻ ധൈര്യമായിട്ട് കൊടുക്കും, ഒരു ഡോസ് കൊടുക്കും. പക്ഷേ ഇപ്പോൾ ശരീരശാസ്ത്രവും ജീവശാസ്ത്രവും മറ്റുമൊക്കെ പഠിച്ച് ക്വാളിഫൈഡ് ആയതോടുകൂടി എനിക്ക് പേടിയാണ്. പൊട്ടാസ്യം, കരിമൂറാണല്ലോ, പൊട്ടാസ്യം ക്ലോറൈഡ് ആണല്ലോ. അപ്പോൾ ആ തരത്തിൽ അങ്ങനെയുള്ള ചിന്തകൾ വരുന്നു, ആശങ്കകൾ വരുന്നു. അതുകൊണ്ട് കൊടുക്കാൻ പേടിയാണ്. അങ്ങനെ ഞാൻ ധൈര്യപ്പെടുത്തിയാണ് കൊടുത്തത്. പക്ഷെ വളരെ നല്ല റിയാക്ഷൻ ഉണ്ടായി. ഒരു 4-5 മാസം കൊണ്ട് ഏതാണ്ട് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് ആ കുട്ടി എത്തി. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലാൻഡ്സ്, പീനിസ് ആൻഡ് ടെസ്റ്റസ്. പീനിസിൻ്റെ അഗ്രഭാഗത്ത് വൃഷണങ്ങളിലൊക്കെ നിർവീക്കം, ഇൻറ്റുറേറ്റഡ് ടെസ്റ്റസ്, വൃഷണങ്ങൾ കല്ലിച്ചു പോകൽ, ഇറക്ഷൻസ് ട്രബിൾസം, വയലൻറ്റ്. ഇറക്ഷൻസ് വളരെ പ്രയാസത്തിലായി വരുന്നു, വളരെ രൂക്ഷമായിട്ടുണ്ടാകുന്നു. രണ്ടും എക്സ്ട്രീംസാണ്. ഞാൻ ആദ്യം പറഞ്ഞ ആൾക്ക് ഈ ഇറക്ഷൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റിച്ചിങ് ഓഫ് ദ സ്ക്രോട്ടം, വൃഷണസഞ്ചിയിൽ കുത്തുന്ന പോലുള്ള വേദന. ഡ്രോയിങ് പെയിൻ ഇൻ ടെസ്റ്റസ്, വൃഷണങ്ങളിൽ വലിക്കുന്ന പോലെ ഒക്കെയുള്ള, പിരിക്കുന്ന പോലെയൊക്കെയുള്ള വേദന. സെമിനൽ എമിഷൻസ്, അറിയാതെയുള്ള ശുക്രസ്രാവം ഉണ്ടാകുന്നു. അൾസേഴ്സ് ഓൺ ദ പീനിസ് ഷാങ്കേഴ്സ്, പീനിസിൽ വ്രണങ്ങൾ വരുന്നു, ഷാങ്കേഴ്സ് വരുന്നു. ലുക്കോറിയ, സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ. എസ്കോറിയേറ്റിംഗ്, വെള്ളപ്പോക്ക്, ആ സ്രവം സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ തൊലി പോകുന്ന അവസ്ഥ. മിൽക്കി വൈറ്റ് വിസിഡ്, ഇത് മിൽക്കി എന്നുള്ളതും വിസിഡ് എന്നുള്ളതും ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. അപ്പോൾ പാൽ നിറമുള്ള കാലിമൂറിൻ്റെ പൊതു സ്വഭാവമാണ്. പാൽ നിറത്തിലുള്ള ലുക്കേറിയ, വിസിഡ് നല്ല കട്ടിയുള്ളത്, വൈറ്റ് അത് നോർമൽ ലെറ്റേഴ്സാണ്. മെൻസസ് ബ്രൈറ്റ് റെഡ്, നല്ല ചുവപ്പ് നിറത്തിലുള്ള ആർത്തവ രക്തസ്രാവം. ക്ലോട്ടഡ്, അത് കട്ടരക്തം ഉണ്ടാകാം. ഫ്രീക്വൻറ്റ് ഇറ്റാലിക്സിലാണ്, ഇടയ്ക്കിടയ്ക്ക് രക്തസ്രാവം വരാം. ലേറ്റ്, ആർത്തവം വൈകി വരാം. പെയിൻഫുൾ, വേദനാജനകമായിരിക്കും. മീട്രജിയ, ആർത്തവം തെറ്റി വരുന്നു, 2 ആർത്തവങ്ങൾക്കിടയിൽ രക്തസ്രാവം വരുന്നു. ലേബർ ലൈക്ക് പെയിൻസ്, പ്രസവവേദന പോലത്തെ വേദനകൾ. ഇറിറ്റേഷൻ ഓഫ് ലാരിങ്സ്, ഇൻഫ്ലമേഷൻ, ഡ്രൈനസ്, കുറുപ്പ്, കുരയ്ക്കുന്ന പോലുള്ള ചുമ വരുന്നു. സ്വനവേടകത്തിൽ ചൊറിച്ചിൽ വരുന്നു. ഇറിറ്റേഷൻ ഇറ്റാലിക്സിലാണ്. വീക്കമുണ്ട്, വരണ്ട അവസ്ഥയുണ്ട്. മ്യൂക്കസ് ഇൻ ദ ലാരിങ്സിൽ കഫക്കെട്ടുണ്ട്. തിക്ക് മിൽക്കി, കഫം കട്ടിയുള്ളതും പാല് പോലുള്ളതുമാണ്. അതും ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്. അപ്പോൾ മിൽക്കി വൈറ്റ് എന്ന് പറയുന്നത് കാലിമൂറിൻ്റെ പൊതു സ്വഭാവം ഇവിടെയും കാണാം. ലാരിങ്സ് സെൻസിറ്റീവ് ടച്ച്, ലാരിങ്സിൽ സ്പർശനത്തോട് വളരെ സംവേദനക്ഷമതയുണ്ട്. ടിക്ലിങ് ഇൻ ലാരിങ്സ്, അപ്പോൾ ഇറിറ്റേഷൻ്റെ ഒരു ഭാഗം തന്നെ ടിക്ലിങ്, ചൊറിച്ചിൽ, ഇക്കിളി പോലെ ഉണ്ടാകുന്നു. ഹോഴ്സ്നെസ്, വോയിസ് ഫൈനലി ലോസ്റ്റ്. അപ്പോൾ ഈ സർവേടകത്തിൽ ചൊറിച്ചിലും ഇക്കിളിയൊക്കെ വന്നിട്ട് അവസാനം പരിപരുത്ത ശബ്ദം വരുന്നു, അവസാനം ശബ്ദം തന്നെ ഇല്ലാതാകുന്നു. റെസ്പിറേഷൻ റാപ്പിഡ്, ശ്വസനം വേഗത്തിലാവുന്നു.
ആസ്മാറ്റിക് ഇറ്റാലിക്സിലാണ്. ശ്വാസം മുട്ടൽ, വലിവ്, ഡീപ്പ്, ഡിഫിക്കൽട്ടും ഇറ്റാലിക്സിലാണ്. പ്രയാസമുള്ള ശ്വസനം, ആഴത്തിലുള്ള ശ്വസനം, റാറ്റ്ലിംഗ്, കഫം കെട്ടിയിട്ട് കുറുവല്, സ്നോറിങ്, ഉറക്കം വലിയുണ്ട്, കോഫ് ഡേ ആൻഡ് നൈറ്റ്, ആസ്മാറ്റിക്, ബാർക്കിംഗ് ഫ്രം ഡീപ്പ് ബ്രീത്തിങ്, രാവും പകലും ഒക്കെ ചുമയുണ്ട്. ആസ്മാരോഗികൾക്കുള്ള പോലെ ചുമ, കുരയ്ക്കുന്ന ചുമ, ആഴത്തിൽ ശ്വാസം എടുക്കാൻ നേരത്ത് ചുമ വരുന്നു, ക്രൂപ്പി, ഡ്രൈ, ഹോക്കിംഗ് ആഫ്റ്റർ ഈറ്റിംഗ്, വരണ്ട ചുമയുണ്ട്, എല്ലാ തരത്തിലുള്ള കുരക്കുന്ന പോലുള്ള ചുമയുണ്ട്. ആഹാരം കഴിഞ്ഞ ശേഷം വർദ്ധിക്കും. ഹാർഷ് ഫ്രം ഇറിറ്റേഷൻ ഇൻ ലാരിങ്സ് ആൻഡ് ട്രക്കിയ, തൊണ്ടയിലും ശ്വാസനാളത്തിലും സ്വനപേടകത്തിലുമൊക്കെ ഇറിറ്റേഷൻ, ഒരു ഇക്കിളി പോലെയൊക്കെ ഉണ്ടായിട്ട് അസ്വസ്ഥയൊക്കെ ഉണ്ടായിട്ട് ചുമ വരുന്നു. ലൂസ് പെരോക്സിസ്മൽ, റാക്കിംഗ്, ഷോർട്ട്, വയലന്റ്, വൂപ്പിംഗ് ഓഫ്, ചുമയും എല്ലാ തരത്തിലുള്ള ചുമയുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഇതിലൊക്കെ ടെക്സ്റ്റ് എഴുതിയത് തന്നെ വരണമെന്നില്ല, അല്ലാതെയും വരാം. ഏതായാലും ചുമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതാണ്ട് എല്ലാ ലക്ഷണങ്ങളും തന്നെ കവർ ചെയ്ത് വരുന്നുണ്ട്. ബയോകെമിക് എന്ന രീതിയിലും ഡ്രൈ കോഫിനാണ് കാരിമോർ വളരെയധികം ഉപയോഗിച്ചു വരുന്നത്. എക്സ്പെക്ടറേഷൻ, മോർണിംഗ്, ബ്ലഡി, മ്യൂക്കസ്, വൈറ്റ്, ഗ്രേ, മിൽക്ക് വൈറ്റ്, യെല്ലോ. ഇത് മിൽക്ക് വൈറ്റ് ആണ് ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത്. കഫവും രാവിലെ ഉണ്ട്, രക്തം കലർന്ന കഫം, കഫം, വെളുത്ത കഫം, ചാരനിറത്തിലുള്ള കഫം, വെളുത്ത കഫം, പാല് പോലെ വെളുത്ത കഫം, മഞ്ഞ നിറത്തിലുള്ള കഫം. കാറ്റർ ഓഫ് ദ ചെസ്റ്റ് ആൻഡ് ആങ്സൈറ്റി ഓഫ് ദ ഹേർട്ട്, ഹൃദയത്തിൻ്റെ ഭാഗത്ത് ഒരു ഉത്കണ്ഠ അനുഭവപ്പെടുന്നു. നെഞ്ചിൽ കഫക്കെട്ട്. കോൾഡ്നെസ് ഇൻ ദ റീജിയൻ ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിൻ്റെ ഭാഗത്ത് ഒരു തണുത്ത ഒരു അനുഭവം. കഞ്ചഷൻ ആൻഡ് ഫ്ലാഷസ് ഓഫ് ഹീറ്റ് ഇൻ ചെസ്റ്റ്, ഇനി നെഞ്ചിൽ വീർത്തുകെട്ടലും ചുട്ടുനീറ്റലും, ഇങ്ങനെ ചൂട് പായുന്ന പോലെ. കോൺസ്ട്രിക്ഷൻ ഓഫ് ദ ചെസ്റ്റ്, നെഞ്ച് മുറുകിയിരിക്കുന്നു. ഓഫ് ദ ഹേർട്ട്, ഹൃദയത്തിൻ്റെ ഭാഗത്ത് മുറുകിയിരിക്കുന്നു. ആസ് ഫ്രം സൾഫർ ഫ്യൂംസ്, ഗന്ധകപ്പുക അടിച്ചാൽ എങ്ങനെ ശ്വാസം മുട്ടലുണ്ടാകുന്നു, നെഞ്ചിൽ കെട്ടിയൊരവസ്ഥ ഉണ്ടാകുന്നു, അങ്ങനെ ഉണ്ടാകുന്നു. ഹെമറേജ് ഓഫ് ലങ്സ്, ശ്വാസകോശത്തിൽ രക്തസ്രാവം. ഹെപ്പറ്റൈസേഷൻ ഓഫ് ദി ലങ്സ് ആഫ്റ്റർ ന്യൂമോണിയ, ന്യൂമോണിയയ്ക്ക് ശേഷം ശ്വാസകോശം കട്ടിയായി പോകുന്നൊരവസ്ഥ. ഈ ഒരു അവസ്ഥ കോവിഡിന് ശേഷം, കോവിഡ് ബാധിച്ച പലരിലും, അലോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുത്ത പലരിലും ശ്വാസകോശം കട്ടിയായി പോകുന്ന അവസ്ഥ ഉണ്ടായിട്ട് കേട്ടിട്ടുണ്ട്. കോഴിക്കോട് എനിക്ക് പരിചയമുള്ള ഒരു പൾമണോളജിസ്റ്റ് തന്നെ എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞാണ്, കോവിഡ് റിക്കവർ ചെയ്ത ശേഷം പ്രയാസമൊക്കെ വന്ന് വീണ്ടും ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശ്വാസകോശം വല്ലാതെ കട്ടിയായിരിക്കുന്നു, എയർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറഞ്ഞിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ഡോക്ടർ അതിനെക്കുറിച്ചൊരു സ്റ്റഡി ആരംഭിച്ചായിരുന്നു. അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഏതായാലും ആ കുറച്ചു കാലത്തെ പഠനത്തിൽ നിന്ന് തന്നെ ഇത് സാമാന്യം ധാരാളമായിട്ടുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കിയൽ ട്യൂബ്സ് ഓഫ് ലങ്സ്, അപ്പോൾ ബ്രോങ്കിയൽ ട്യൂബ്സിലും ശ്വാസകോശത്തിൽ പൊതുവെയും പ്ലൂരയിലും ശ്വാസകോശത്തിൻ്റെ ആവരണത്തിലുമൊക്കെ വീക്കം. ബ്രോങ്കിയൽ ട്യൂബ്, ലങ്സ്, പ്ലൂര എന്നുള്ളത് ഇറ്റാലിക്സിലാണ്. ഒപ്രഷൻ ഓഫ് ദ ചെസ്റ്റ്, ഹൃദയത്തിൻ്റെ ഭാഗത്തൊരു മുറുക്കം പോലെ, അതായത് ഒരു ഹൃദയാഘാതം ഉണ്ടാകാൻ പോകുന്നതിന് മുമ്പുള്ളൊരു അവസ്ഥ ഉണ്ടെന്ന് ചുരുക്കം. പെയിൻ ഇൻ ചെസ്റ്റ്, നെഞ്ചിൽ വേദന. ഓൺ റെസ്പിറേഷൻ, ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് നെഞ്ചിൽ വേദന. സൈഡ്സ് ഓഫ് ചെസ്റ്റ്, നെഞ്ചിൻ്റെ വശങ്ങളിൽ. ഹാർട്ട്, കട്ടിങ്, പ്രസ്സിങ്, സോർനസ്, ഹൃദയത്തിൻ്റെ ഭാഗത്ത് വേദനയുണ്ട്, വെട്ടുന്ന പോലുള്ള വേദന, ഞെക്കുന്ന പോലുള്ള വേദന, സോർനസ്സും ഉണ്ട്. സോർനസ്സും ഇറ്റാലിക്സിലാണ്. സ്റ്റിച്ചിങ് ഓൺ ബ്രീത്തിങ്, ശ്വാസം കഴിക്കാൻ നേരത്ത് കുത്തുന്ന പോലെ വേദന. സ്റ്റിച്ചിങ് ഇൻ ദ ഹാർട്ട്, ഹൃദയത്തിൻ്റെ ഭാഗത്ത് കുത്തുന്ന പോലെ വേദന. വയലന്റ് പാൽപിറ്റേഷൻ, വല്ലാത്ത നെഞ്ചെടുപ്പ്. ചുരുക്കി പറഞ്ഞാൽ ഹൃദയമായിട്ട് ബന്ധപ്പെട്ട പല രോഗാവസ്ഥകളിലും അത് ഫലപ്രദമാണ്. ജനറാലിറ്റീസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ ഹൃദ്രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റും, വരാനിരിക്കുന്ന ഹൃദയത്തെ തടയാൻ സാധിക്കും. കോൾഡ്നെസ് ഇൻ ബാക്ക്, പിൻഭാഗത്ത് മുതുകിൻ്റെ ഭാഗത്ത് തണുത്ത അവസ്ഥ. സ്റ്റിച്ചിങ് ഓഫ് ദ ബാക്ക്, പിന്നിലെ കുത്തുന്ന പോലുള്ള വേദന. പെയിൻ ഇൻ ദ ബാക്ക് ഓൺ ബ്രീത്തിങ്, ശ്വാസം എടുക്കുന്ന സമയത്ത് മുതുകിൽ വേദന. ബെറ്റർ ലൈയിങ്, കിടക്കാൻ നേരത്ത് അതുകൊണ്ട് മെച്ചമുണ്ട്. വൈൽ സിറ്റിംഗ്, വൈൽ സ്റ്റാൻഡിങ്, വൈൽ വാക്കിംഗ്, നടക്കാൻ നേരത്തുണ്ട്, ഇരിക്കാൻ നേരത്തുണ്ട്, നിൽക്കാൻ നേരത്തൊക്കെ വേദനയുണ്ട്. കിടക്കാൻ നേരത്ത് മെച്ചപ്പെടും. പെയിൻ ബിറ്റ്വീൻ ദ സ്കാപ്പിലെ, ഈ തോളിൻ്റെ അസ്ഥികൾക്കിടയിൽ വേദന. പെയിൻ ഇൻ ദ ലംബാർ റീജിയൻ, ബെറ്റർ ലൈയിങ്, വൈൽ സിറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിങ്, മുതുകിൽ ലംബാർ റീജിയനിൽ വേദനയുണ്ട്, അതും കിടക്കാൻ നേരത്ത് മെച്ചമാണ്. നിൽക്കാൻ നേരത്തും നടക്കാൻ നേരത്തൊക്കെ വേദനയുണ്ട്. പെയിൻ ഇൻ ദ സാക്രം, ബെറ്റർ ലൈയിങ്, നട്ടലിൻ്റെ കീഴ്ഭാഗത്തും വേദനയുണ്ട്, അതും കിടക്കാൻ നേരത്ത് മെച്ചമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ മുതുക് ഭാഗത്ത് നട്ടലിൻ്റെ അടിമുടി, കോക്കീസ് മുതൽ മേലേക്ക് എല്ലാ ഭാഗത്തും തോളലിൻ്റെ ഭാഗം വരെയും
വേദനയുണ്ട്, കിടക്കാൻ നേരത്ത് മെച്ചമാണ്. പെയിൻ ഇൻ ദ കോക്കിക്സ്, ഏക്കിംഗ് ഇൻ ദ ബാക്ക്, ലംബാർ റീജിയൻ, സാക്രം, ബേണിംഗ് ഇൻ ദ ബാക്ക്, പിന്നിൽ തണുപ്പിൻ്റെ അനുഭവം നമ്മൾ കൊണ്ട് ഇപ്പോൾ പൊള്ളുന്ന അനുഭവമുണ്ട്. ഡ്രോയിങ് പെയിൻ ഇൻ ലംബാർ റീജിയൻ, ഇൻ സാക്രം, ലൈറ്റ്നിങ് ലൈക്ക് പെയിൻസ് ഇൻ സ്മോൾ ഓഫ് ബാക്ക് ടു ഫീറ്റ്. നട്ടിൻ്റെ കീഴ്ഭാഗത്ത് നിന്നും കാൽ പാദങ്ങളിലേക്ക് മിന്നൽ പോലുള്ള വേദന. മസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് ആൻഡ് സിറ്റപ്പ്. അതിൻ്റെ കാര്യത്തിൽ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കുമ്പോൾ വെച്ചാണ്. ഈ മിന്നൽ പോലുള്ള വേദന മാത്രം എഴുന്നേറ്റിരിക്കണം. പ്രസ്സിങ് പെയിൻസ് ഇൻ ബാക്ക് ഇൻ ലംബാർ റീജിയൻ, സ്റ്റിച്ചിങ് പെയിൻസ് ഇൻ സ്കാപ്പുലേ ഇൻ സാക്രം. ചുരുക്കി പറഞ്ഞാൽ പിൻഭാഗത്ത് എല്ലായിടത്തും വേദനയുണ്ട്. വേദനകൾ കിടക്കാൻ നേരത്ത് മെച്ചമാണ്, നിൽക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ വേദനയുണ്ട്. മിന്നൽ പോലുള്ള വേദന മാത്രം എഴുന്നേറ്റിരിക്കണം. കോൾഡ് എക്സ്ട്രീമിറ്റീസ്, ഹാൻഡ്സ്, ഫീറ്റ്. ഹാൻഡ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സിനും ഫീറ്റ് ഇറ്റാലിക്സിനുമാണ്. എക്സ്ട്രീമിറ്റീസിൻ്റെ തണുപ്പ് അതിൽ കൈകൾക്കാണ് ഏറ്റവും കൂടുതൽ, കാലിനും ഉണ്ട്. ക്രാക്കിംഗ് ഇൻ ജോയിൻസ് ആൻഡ് ടെൻഡൻസ് ഓഫ് ബാക്ക് ഓഫ് ഹാൻഡ്സ്. കൈയുടെ പിൻഭാഗത്തുള്ള സ്നായുക്കളിലും മറ്റുമൊക്കെ, സ്നായുക്കളിലും സന്ധികളിലുമൊക്കെ ക്രാക്കിംഗ്, ചൊട്ടടിക്കുന്ന പോലുള്ള അനുഭവം. ക്രാംസ് ഇൻ ലിംസ്, തൈസ്, ലെഗ്സ്. വലിച്ചു കോച്ചലുകൾ ലിംസിൽ പൊതുവേ ഉണ്ട്. അത് ക്രാംസ് ഇൻ ലിംസ് ഇറ്റാലിക്സ് ആണ്. തൈസ്, തുടകൾ എന്നുള്ളത് നോർമൽ ലെറ്റേഴ്സാണ്, പക്ഷേ ലെഗ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. അപ്പോൾ ലെഗ്സിലാണ്, കാലുകളിലാണ് ഈ ക്രാംസ് കൂടുതലും പ്രൊമിനൻ്റായിട്ട് അനുഭവപ്പെടുന്നത്. ഇറപ്ഷൻസ് ഇൻ ലിംസ്, പിമ്പിൾസ്, വെസൈക്കിൾസ്. കൈകാലുകളിൽ പരുക്കൾ വരും, മുഖക്കുരു പോലെ വരുന്നുണ്ട്, പഴുപ്പുള്ള ചെറിയ കുരുക്കൾ വരുന്നുണ്ട്. ഹീറ്റ് ഓഫ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, കാലും കൈയിലും ചൂട്. ബേണിംഗ് സോഴ്സ്, കാലിൻ്റെ വെള്ളയിൽ പൊള്ളൽ. പെയിൻസ് ഇൻ ലിംസ്, നൈറ്റ്ലി, റൊമാറ്റിക്, വോഴ്സ് ഫ്രം വാംത്ത് ഓഫ് ബെഡ്. അപ്പോൾ കൈകാലുകളിലുള്ള വേദന രാത്രിയിലാണ് കൂടുന്നത്. വാദത്തിൻ്റെ സ്വഭാവമുള്ളതുകൊണ്ട് കിടക്കയുടെ ചൂട് കൊണ്ട് അത് മോശമാകുന്നു. റൊമാറ്റിക് ഇൻ ജോയിൻസ്, സന്ധികളിൽ വാദം. റൊമാറ്റിക് ലെഫ്റ്റ് ഷോൾഡർ ആൻഡ് എൽബോ, ഇടതുവശത്തെ ഭുജവും എൽബോയിലും വാദത്തിൻ്റെതായുള്ള പ്രശ്നങ്ങൾ. ഡ്രോയിങ് പെയിൻസ് ഇൻ റിസ്റ്റ്, തൈസ്, നീസ്, ലെഗ്സ്. തുടകളിൽ, മുട്ടിൽ, കാലിൽ, കയ്യില, റിസ്റ്റിൽ ഒക്കെ വലിക്കുന്ന പോലുള്ള വേദന. പ്രസ്സിങ് പെയിൻസ് ഇൻ ഷോൾഡേഴ്സ്, ഭുജങ്ങളിൽ ഞെക്കുന്ന പോലെ, ഞെരിക്കുന്ന പോലുള്ള വേദന. സ്റ്റിച്ചിങ് പെയിൻ ഇൻ നീസ്, ഇൻ ലെഗ്സ്, മുട്ടിലും കാലുകളിലും കുത്തുന്ന പോലുള്ള വേദന. ടിയറിങ് പെയിൻസ് ഇൻ ഷോൾഡേഴ്സ്, ഹാൻഡ്സ്, ഫിംഗേഴ്സ്, ഇൻ തൈസ്, ഭുജങ്ങളിൽ, തോളിൽ, കാലുകളിൽ, കൈകളിൽ, വിരലുകളിൽ, തുടയിൽ ഒക്കെ വലിച്ചു കീറുന്നുള്ള വേദന. അത് വർദ്ധിക്കുന്നത് കിടക്കയിൽ കിടന്ന് അതിൻ്റെ ചൂട് കൊണ്ട് വർദ്ധിക്കും. ഇൻ നീസ്, കാഫ്, മുട്ടിലും കാഫിലുമൊക്കെ, അതായത് കാലിൻ്റെ പിൻഭാഗത്തുള്ള ആ പേശിയിൽ, മുട്ടിലുമൊക്കെ വേദനയുണ്ട്. നീസും കാഫും ഇറ്റാലിക്സിലാണ്. പാരലിസ് ഓഫ് വൺ സൈഡ്, ഒരു വശം മാത്രമുള്ള തളർച്ച, തളർവാദം, പക്ഷാഘാതം. പേഴ്സ്പിറേഷൻ ഓഫ് ഫീറ്റ്, കാലുകൾ വിയർക്കുന്നുവല്ലാതെ. കോൾഡ്, തണുത്തിരിക്കുന്നു. കോൾഡ് എന്നുള്ളത് ഇറ്റാലിക്സിലാണ്. സ്റ്റിഫ്നെസ് ഓഫ് നീസ്, മുട്ടുകൾ ഇങ്ങനെ ഉറച്ചു പോകുന്നു. സ്വെല്ലിംഗ് ഓഫ് ലെഗ്സ് ആൻഡ് ആംഗിൾസ്, കാലും ആംഗിൾസിലും ഒക്കെ വീക്കം. ഇത് വാദമായിട്ട് ബന്ധപ്പെടുത്തിയും വൃക്കരോഗമായിട്ട് ബന്ധപ്പെടുത്തിയും ഈ സ്വെല്ലിങ്സ് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമായിട്ട് ലക്ഷണങ്ങൾ യോജിക്കുന്ന ഔഷധം, ജനറൽ കണ്ടീഷൻസ് യോജിക്കുന്ന ഒരു ഔഷധം കണ്ടെത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഡയഗ്നോസ് എന്തായാലും ശരി, അതിനെ സുഖപ്പെടുത്തും. അൾസേഴ്സ് ഓൺ ലെഗ്സ്, കാലുകളിൽ വ്രണങ്ങൾ. വാട്സ് ഓൺ ഹാൻഡ്സ്, കൈകളിൽ അരിമ്പാറ. കാഫ്, വീക്ക്നെസ് ഓഫ് ദ ലിംസ് ഓഫ് തൈസ്, കൈകാലുകളിൽ ക്ഷീണം, തുടയിലും ക്ഷീണം. ഡ്രീംസ് അമോറസ്, ആങ്ഷ്യസ്, ഓഫ് ഡെപ്ത്, ഓഫ് പ്രീവിയസ് ഈവൻസ്, ഫൈറ്റ്ഫുൾ, ഓഫ് മിസ്ഫോർച്യൂൺ, പ്ലസൻറ്റ്, വെക്സേഷൻസ്, വിവിഡ്. വിവിഡ് എന്ന് പറയുന്നത് ഇതിന് ചുരുക്കാം. സ്വപ്നങ്ങളും എല്ലാ തരത്തിലുള്ള സ്വപ്നങ്ങളുണ്ട്. ആങ്ഷ്യസ് എന്നുള്ളത് ഇറ്റാലിക്സിലാണ്, ഉത്കണ്ഠാകുലമായ സ്വപ്നങ്ങൾ. റെസ്റ്റ്ലെസ് സ്ലീപ്പ്, ഉറക്കം അസ്വസ്ഥമാണ്. സ്ലീപ്പിനെസ് ആഫ്റ്റർനൂൺ, ഉച്ച കഴിയുമ്പോഴേക്കും വല്ലാതെ ഉറക്കം വരുന്നു, ഉറക്കം തോന്നുന്നു. ഈവനിങ്, സായാഹ്നത്തിൽ. ആഫ്റ്റർ ഡിന്നർ, അത്താഴത്തിന് ശേഷമൊക്കെ വല്ലാതെ ഉറക്കം തോന്നുന്നു. ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ചാൽ പൊതുവെ ഉറക്കം തൂങ്ങൽ. ഒരു സാധാരണ ലക്ഷണമാണെങ്കിൽ പോലും അമിതമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തരം ഔഷധങ്ങൾ തന്നെ കവർ ചെയ്യും. സ്ലീപ്ലെസ്നെസ് ഓൾ നൈറ്റ്, രാത്രി മുഴുവൻ ഉറക്കമില്ലാത്ത അവസ്ഥയും കാലിമോറിൽ വരുന്നുണ്ട്. വേക്കിംഗ് ഏർലി, എന്നിട്ട് നേരത്തെ എഴുന്നേറ്റ് പോരും.
ചിൽ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, ഇൻ ഓപ്പൺ എയർ, ഇൻ ബെഡ്. അപ്പോൾ കുളിര് പ്രഭാതത്തിലുണ്ട്, ഉച്ചകഴിഞ്ഞുണ്ട്, സായാഹ്നത്തിലുണ്ട്, തുറസായ വായുവിൽ വെച്ചുണ്ടാകും. കിടക്കയിൽ കിടക്കുമ്പോഴുണ്ട്. ചിലിനെസ് ഇൻ ഈവനിങ്, എക്സ്റ്റേണൽ കോൾഡ്നെസ്. ഈ കുളിര് സായാഹ്നത്തിലുണ്ട്, ശരീരത്തിന് പുറമെ തണുത്തിരിക്കുന്നു. ഷെയ്ക്കിംഗ് ചിൽ, തണുപ്പ് കൊണ്ട് ആളായി വിറച്ചു പോകുന്നു. ഫീവർ ഈവനിങ് ഇൻ ബെഡ്, സന്ധ്യയ്ക്ക് സായാഹ്നത്തിൽ കിടക്കയിൽ കിടക്കാൻ നേരത്ത് പനി. പേഴ്സ്പിറേഷൻ മോർണിംഗ്, പ്രഭാതത്തിൽ വല്ലാതെ വിയർപ്പ്. നൈറ്റ്, രാത്രിയിലും വിയർപ്പുണ്ട്. മിഡ് നൈറ്റ്, അർദ്ധരാത്രിയിലുമുണ്ട്. രാത്രിയിലെ വിയർപ്പ് എന്നുള്ളതാണ് പ്രൊമിനൻ്റ്. ബേണിംഗ് യുവർ കോൾഡ്നെസ് ഓഫ് സ്കിൻ, തൊലിയിൽ പൊള്ളൽ അല്ലെങ്കിൽ തണുത്ത അവസ്ഥ. ഈ കാലിമൂർ ബയോകെമിക്കുന്ന രീതിയിൽ പൊള്ളലിന് നല്ലൊരു ഔഷധമാണ്. സാമാന്യം സീവിയർ ആയിട്ടുള്ള പൊള്ളൽ പോലും എൻ്റെ ഫാമിലിയിലൊക്കെ ഉണ്ടായിട്ട് കാലിമൂർ ബയോകെമിക്കൽ 6 റിപ്പീറ്റ് ചെയ്ത് കൊടുത്ത് അതുകൊണ്ട് സുഖപ്പെട്ടു പോകുന്നുണ്ട്. ഡ്രൈനെസ് ഓഫ് സ്കിൻ, തൊലി പൊതുവെ വരണ്ട തൊലിയാണ്. ഇറപ്ഷൻസ് ഉണ്ട്, എക്സീമയുണ്ട്, ഹെർപ്പസ് ഉണ്ട്, പിമ്പിൾസ്, സ്കാബി, സ്കെയിലി, വൈറ്റ് തിൻ ബ്രാൻഡ് ലൈക്ക് സ്കെയിൽസ്, വെസൈക്കിൾസ്. തൊലിയിലും എല്ലാത്തരം പ്രശ്നങ്ങളുണ്ട്. ചൊറി, ചിറങ്ങ് ഒക്കെ ഉണ്ട്. ചിതമ്പൽ പോലുള്ള ആവരണം വരാം. വെളുത്ത നിറത്തിൽ ജോണ്ടീസ്, മഞ്ഞപ്പിത്തവും കാലിമൂർ കവർ ചെയ്യും. എർസിപ്ലാസ്, എസ്കോറിയേഷൻ, തൊലിയിൽ തണർപ്പും തടിപ്പും ഒക്കെ ഉണ്ട്. ഫോമിക്കേഷൻ, ഉറുമ്പരിക്കുന്ന പോലെ പുഴുവരിക്കുന്ന പോലുള്ള അനുഭവം. ഇച്ചിങ് ഇൻ ഈവനിങ് ബെഡ്, സായാഹ്നത്തിൽ കിടക്കാൻ നേരത്ത് ചൊറിച്ചിൽ. നൈറ്റ് ബേണിംഗ്, ക്രോളിംഗ്, ബെറ്റർ ബൈ സ്ക്രാച്ചിങ്. അപ്പോൾ ഈ ചൊറിച്ചിൽ രാത്രിയുണ്ട്, പൊള്ളുന്ന ചൊറിച്ചിലുണ്ട്. ഈ പുഴു എറിയുന്ന പോലെ അത് സ്ക്രാച്ചിങ്, ചൊറിയുന്നതുകൊണ്ട് വെച്ച കിട്ടും. സ്റ്റിങ്ങിങ്, കുത്തുന്ന പോലുള്ള വേദന. അൾസേഴ്സ്, ബേണിംഗ്, വ്രണങ്ങളിൽ പൊള്ളൽ. സൂപ്പറേറ്റിംഗ്, വാട്സ്, പഴുപ്പും എല്ലാവിധ പ്രശ്നങ്ങളും തൊലിയുമായിട്ട് ബന്ധപ്പെടുത്തും ഒട്ടെല്ലാ പ്രശ്നങ്ങളും കാലിമൂറിലുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു അധ്യായമാണെങ്കിലും വളരെ ശക്തമായൊരു ഔഷധമാണ് കാലിമൂർ നമ്മൾ മനസ്സിലാക്കി. ധാരാളം ലക്ഷണങ്ങളുണ്ട്. അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൃക്കരോഗം, ഹൃദ്രോഗം എന്നൊക്കെ പറയുന്ന, മാരകം എന്നൊക്കെ പറയുന്ന രോഗാവസ്ഥകളിൽ പോലും നമുക്ക് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. ശ്രദ്ധാപൂർവം പഠിച്ച് അത് പ്രയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാലിഫോസ്ഫോറിക്കം എന്ന അധ്യായം ആരംഭിക്കുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.